അദ്ധ്യായം 88 അൽ ഗാശിയ, മക്കയിൽ അവതരിച്ചത്. ഗാശിയ എന്നാൽ മൂടുന്ന സംഭവം എന്നർത്ഥം. ആ മൂടുന്ന സംഭവത്തെ അഥവാ ഭയവും അമ്പരപ്പും എല്ലാവരെയും ആവരണം ചെയ്യുന്ന ലോകാവസാനത്തെ സംബന്ധിച്ച് 1-ാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയെ, ആ മൂടുന്ന സംഭവത്തെ സംബന്ധിച്ച വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ? വജൂഹുൻ യൗമഇദിൻ ഖാശിയ. അന്നേ ദിവസം ചില മുഖങ്ങൾ താഴ്മ കാണിക്കുന്നതും ആമിലതുൻ നാസിബ. പണിയെടുത്ത് ക്ഷീണിച്ചതുമായിരിക്കും. തസ്ലാ നാറൻ ഹാമിയ. ചൂടേറിയ അഗ്നിയിൽ അവ പ്രവേശിക്കുന്നതാണ്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ചുട്ടുതിളക്കുന്ന ഒരു ഉറവിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ. ലരീഇൽ നിന്നല്ലാതെ അവർക്ക് യാതൊരു ആഹാരവുമില്ല. ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ. അത് പോഷണം നൽകുകയില്ല, വിശപ്പിന് ശമനമുണ്ടാക്കുകയുമില്ല. വജൂഹുൻ യൗമഇദിൻ നാഇമ. ചില മുഖങ്ങൾ അന്ന് തുടുത്തു മിനുത്തതായിരിക്കും. ലിസഅയിഹാ റാദിയ. അവയുടെ പ്രയത്നത്തെപ്പറ്റി തൃപ്തിയടഞ്ഞവയുമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ. ഉന്നതമായ സ്വർഗത്തിൽ. ലാ തസ്മഉ ഫീഹാ ലാഗിയ. അവിടെ യാതൊരു നിരർത്ഥകമായ വാക്കും അവർ കേൾക്കുകയില്ല. ഫീഹാ ഐനുൻ ജാരിയ. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുണ്ട്. ഫീഹാ സുറുറുൻ മർഫൂഅ. അതിൽ ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളും വഅക്വാബുൻ മൗദൂഅ. തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളും വനമാരിഖു മസ്ഫൂഫ. അണിയായി വെക്കപ്പെട്ട തലയണകളും വസറാബിയ്യു മബ്തൂസ. വിരിച്ചുവെക്കപ്പെട്ട പരവതാനികളുമുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? വഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? വഇലൽ അർദി കൈഫ സുതിഹത്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അതിനാൽ നബിയെ, നീ ഉത്ബോധിപ്പിക്കുക, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല. ഇല്ലാ മൻ തവല്ലാ വകഫർ. പക്ഷേ വല്ലവനും തിരിഞ്ഞുകളയുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അല്ലാഹു അവനെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. ഇന്ന ഇലൈനാ ഇയാബഹും. തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. ثم إن علينا حسابهم. പിന്നീട് തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ.